അതിഭയാനകതയുടെ ഭവനമാണ് ഖബറല്ലേ. എല്ലാവരും ഭയപ്പെടുന്നുണ്ട്, എന്തായിരിക്കും ഖബറിലെ അവസ്ഥ. എന്നാൽ 10 വിഭാഗം ആളുകളുടെ ശരീരം ഖബറിലെ മണ്ണ് തൊടില്ലത്രേ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. ഏതൊക്കെയാണ് ആ 10 വിഭാഗങ്ങൾ? നമുക്കതിൽ പെടാൻ വല്ല ഭാഗ്യവും ലഭിക്കുമോ? അക്കാര്യം കൂടെ നമ്മളൊന്ന് പരിശോധിക്കണമല്ലോ. പിന്നെ വെള്ളിയാഴ്ച രാവാണ് കടന്നു വരുന്നത്. ഇപ്പോൾ വെള്ളിയാഴ്ച രാവിലും പകലിലും മരിച്ചാൽ വല്ല പുണ്യവും ഉണ്ടോ? അത് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കണം. അതോടൊപ്പം പലരും പറയാറുണ്ട്, ഉസ്താദെ ഈമാൻ സലാമത്തായി കിട്ടാനൊന്ന് ദുആ ചെയ്യണേ. അങ്ങനെ പറയുന്നവർക്ക്, അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നല്ല സ്പെഷ്യൽ മരുന്ന് ഇമാമിങ്ങൾ ഉദ്ധരിച്ചു തരുന്നുണ്ട്. നമ്മൾ എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ചൊല്ലേണ്ട മനോഹരമായൊരു ചെറിയ ദിക്റും ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് പതിവാക്കേണ്ട ചെറിയൊരു സൂറത്തും ഇത് നിങ്ങൾ കൃത്യമാക്കി കൊണ്ടുവന്നാൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ ഈമാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ സലാമത്താക്കി തരുമത്രേ. അപ്പോൾ ഏതൊക്കെയാണെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയെത്ര സങ്കടങ്ങളാണ് ഓരോരുത്തർ പറയുന്നത്. എല്ലാം അറിയുന്ന റബ്ബ് എല്ലാ സങ്കടങ്ങളും മായ്ച്ച് മനോഹരമായ പോസിറ്റീവ് വൈബുള്ള ദിവസം അവൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം എത്ര ഭയാനകത നിറഞ്ഞതാണല്ലേ. മരിച്ചു കഴിഞ്ഞാൽ ചെല്ലുന്ന ഇടം ഖബറാണ്. ആ ഖബറിലെ ഭീകരതയെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഖബർ അദാബിൻ്റെ ഗേഹമാണ് പല ആളുകൾക്കും. എന്നാൽ കുറച്ച് മനുഷ്യർക്ക് ഖബർ സന്തോഷത്തിൻ്റെ വീടാണ്. എന്താണെന്ന് നമുക്കറിയില്ല അല്ലേ. മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറിൻ്റെ അടുക്കലൂടെ പോകുമ്പോൾ നിന്നിങ്ങനെ കരയും. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും ചോദിക്കും, എന്താണ് നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കരയാത്ത അങ്ങ് ഈ ഖബർ കാണുമ്പോൾ കരയാൻ മാത്രം എന്താണ്? ഈ ഖബറുണ്ടല്ലോ, അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്ക് പോകുന്നതിൻ്റെ തുടക്കം, ആദ്യത്തെ ഭവനം ഈ ഖബറാ. ഈ ഖബറിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ എൻ്റെ കാര്യം കഴിഞ്ഞില്ലേ. അതുകൊണ്ട് ഖബറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഖബർ കാണുമ്പോൾ ഞാൻ കരഞ്ഞു പോകുമെന്ന് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എന്നാൽ ഈ ഖബറിൽ 10 കൂട്ടർക്ക്, 10 വിഭാഗങ്ങൾക്ക് ആ മണ്ണ് ഒന്നവരെ സ്പർശിക്കുക പോലുമില്ല. അവരുടെ ശരീരം മണ്ണ് ഭക്ഷിക്കില്ല. അവരുടെ ശരീരം മണ്ണ് ഭക്ഷിക്കില്ല. സുബ്ഹാനക യാ റബ്ബ്. അങ്ങനെയുള്ള ചില മനുഷ്യന്മാരെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത്. നമ്മളെ പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ചില ഖബറുകൾ ഇങ്ങനെ മാറ്റി സ്ഥാപിക്കേണ്ടി വരുമ്പോൾ ഒന്നും സംഭവിക്കാത്ത മയ്യത്തുകൾ കേരളത്തിൽ തന്നെ എത്ര കണ്ടിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ, സിറിയയിൽ നിങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബദറിൽ പങ്കെടുത്ത മഹാനായൊരു സ്വഹാബിയുടെ ഖബർ പുത്തൻവാദികളായ തീവ്രവാദികൾ അവരെന്ത് ചെയ്തു? അവർ ബോംബിട്ട് തകർത്ത് കളഞ്ഞു. മക്ബറകൾ തകർത്ത് കളയലാണ് അവരുടെ പ്രധാന ഹോബി. അത് പണ്ട് മുതൽ അങ്ങനെ തന്നെയാണ്. ആ തകർക്കപ്പെട്ട ഖബറിൽ നിന്ന് ചോരയൊലിച്ച് കിടക്കുന്ന ദേഹം നമ്മളെല്ലാവരും കണ്ടതാണ്. യൂട്യൂബിൽ ഇന്നും അത് വൈറലായി തന്നെ കിടക്കുകയാണ്. അപ്പോൾ മഹാന്മാരെ അള്ളാഹു പ്രൊട്ടക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള 10 വിഭാഗങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പറയുന്നുണ്ട്. ഖായിഖുൽ അഖ്ബാർ എന്ന് പറയുന്ന കിതാബിൽ നിന്ന് 10 ആളുകളെ നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ. നമുക്കിതിൽ പെടാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മളിതിന് റെഡിയാകണ്ടേ. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒന്നാമത്തെ വിഭാഗക്കാരാണ്. അതെന്തായാലും നമ്മൾ കൊണ്ട് പറ്റൂല അല്ലേ. അൽ അംബിയാക്കളാണ്, നബിമാരാണ്. അത് 100% ഉറപ്പാണ്. 100% ഉറപ്പുള്ളത് ഏതാ? അത് അംബിയാക്കളുടെ ശരീരം മണ്ണ് തൊടില്ല എന്നുള്ളതാണ്. ബാക്കിയൊക്കെ അള്ളാഹു തൗഫീക്ക് ചെയ്താൽ, മറ്റതും അള്ളാഹു തൗഫീക്ക് ചെയ്താൽ തന്നെ കേട്ടോ. പക്ഷേ അവിടെ തൗഫീക്ക് ഉണ്ടാകും എന്നുള്ളത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് കൊണ്ട് ഉറപ്പാണ്. പക്ഷേ ഇവിടെ ഈമാനിൻ്റെ തോതനുസരിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ വ്യത്യസ്തത വരാം. അത് നമ്മൾ പിന്നീട് പറയും. അപ്പോൾ ആദ്യം അംബിയാക്കളുടെ കാര്യം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ഹറമ അലൽ അർദി അൻ തഅകുല അജ്സാദൽ അംബിയാ. അംബിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുന്നതിനെ, ആ മണ്ണിനെ അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്. മണ്ണ് തൊടൂല, അവരുടെ ശരീരം ദ്രവിച്ചു പോകില്ല. സുബ്ഹാനക യാ റബ്ബ്. അംബിയാക്കൾ, അതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നും അവിടുന്ന് ഖബറിനുള്ളിലുണ്ട്.
അവിടുന്ന് നമ്മളെ കാണുന്നുണ്ട്, നമ്മുടെ സ്വലാത്തുകൾ പ്രത്യേകം കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെയും പകലിലെയും സ്വലാത്തുകൾ ഹബീബായ തങ്ങൾ നേരിട്ട് വീക്ഷിക്കുന്നുണ്ട്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് നിസ്കാരത്തിൽ നമ്മൾ പറയുന്ന സലാം ഹബീബായ തങ്ങൾ മദീനയിൽ കിടന്ന് കേൾക്കുന്നുണ്ട്. ഇത് മുഅ്മിനിൻ്റെ വിശ്വാസമാണ്. അവിടുത്തെ ഖബറിനുള്ളിൽ മണ്ണായി പോയിട്ടില്ല. അത് പുത്തൻവാദികളുടെ വിശ്വാസമാണ് മണ്ണായിപ്പോയി എന്നുള്ളത്. മുസ്ലിമിൻ്റെ വിശ്വാസം അവിടുന്ന് മണ്ണായി പോയിട്ടില്ല. രണ്ടാമത്തേത് അൽ ഗാസി. ഗാസി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന മനുഷ്യർ അവരുടെ ഇഖ്ലാസിൻ്റെ തോതനുസരിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ ഖബറിൽ അവരുടെ ശരീരത്തെ മണ്ണ് ഭക്ഷിക്കാതെ കാത്ത് സംരക്ഷിച്ചേക്കാം. അവിടെ ചാൻസ് ഉണ്ട്. 100% ഉറപ്പ് എവിടെയാണ്? അത് അമ്പിയാക്കൾക്ക് മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ അള്ളാഹു തൗഫീക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഇഖ്ലാസിൻ്റെ തോതനുസരിച്ച്, അവൻ്റെ കാരുണ്യം എത്രയാണ് നമുക്ക് മേടിക്കാൻ പറ്റിയത്, അതിനനുസരിച്ച് നമുക്ക് മഹാഭാഗ്യം ലഭിക്കും. ഗാസി അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് ലക്ഷ്യം വെച്ചിറങ്ങിയ മനുഷ്യനാണ്. വേറെ ദുനിയാവിൽ മറ്റുള്ള ഒരു പേരെടുക്കാനോ നാട്ടുകാരെ കാണിക്കാനോ ഒന്നുമല്ല അവൻ ജിഹാദിന് ഇറങ്ങിയത്, അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങിയത്. ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പുത്തൻവാദികൾ പല നാടുകളിലേക്കും കയറി പോകുന്നതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. പൂർവ്വകാലത്ത് സ്വഹാബത്തിനെ പോലെയുള്ള, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അടർക്കളത്തിലേക്ക് ഇറങ്ങിയ മഹാരഥന്മാരായ സ്വാലിഹീങ്ങൾ, ആ മഹത്തുക്കളുണ്ടല്ലോ, ആ യുദ്ധം ചെയ്തവർ അവരതിൽ ഷഹീദായി പോയിട്ടില്ലെങ്കിലും അവർക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഒരു മഹാഭാഗ്യം നൽകിയേക്കാം. മൂന്നാമത്തേത് വൽ ആലിം. ആലിം എല്ലാ ആലിമല്ല, അൽ ആലിം, ഒരു അലിഫ്ലാമുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യഥാർത്ഥ ആലിം. നമ്മുടെയൊക്കെ മഹാരഥന്മാർ ഇല്ലേ, എത്ര പണ്ഡിതന്മാർ. ഇപ്പോൾ കേരളത്തിൽ സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എത്ര മഹത്തരമായൊരു സംഘടനയാണ് അല്ലേ. സമസ്തയുടെ പേരിൽ പ്രവർത്തിക്കുന്ന 2 സംഘടനകളുണ്ട് നമ്മുടെ കേരളത്തിൽ. പിന്നെ ദക്ഷിണ കേരള ജമിഅത്തുൽ ഉലമയുണ്ട്, കേരള സംസ്ഥാന ജമിഅത്തുൽ ഉലമയുണ്ട്. ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന മഹോന്നതരായ പണ്ഡിതന്മാരെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കിയേ. ഒരിക്കലും ഗ്രൂപ്പ് തിരിച്ചിട്ട് പണ്ഡിതന്മാരെ ചീത്ത പറയരുതേ, സയ്യിദന്മാരെ ചീത്ത പറയരുതേ. ഇങ്ങനെ ഗ്രൂപ്പ് തിരിച്ച് ആലിമീങ്ങളെയും സ്വാലിഹീങ്ങളെ ഔലിയാക്കളെയൊക്കെ തെറി പറഞ്ഞിട്ട് നാളെ ആഖിറത്തിൽ അള്ളാഹിൻ്റെ മുമ്പിൽ പോയി നമ്മൾ നിൽക്കുന്ന നൃത്തം, യാ അല്ലാ, ഇതെത്ര ഭയാനകരായിരിക്കും. നമുക്ക് പേടിയില്ലേ? പരസ്പരം ചിലപ്പോൾ ഉലമാക്കൾ രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ ചീത്ത പറയുന്ന മനുഷ്യരെ, നിങ്ങളുടെ രാഷ്ട്രീയം കൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിൽ ഗുണം ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഈ ആലിമീങ്ങളൊക്കെ തള്ളിപ്പറഞ്ഞിട്ട് നിങ്ങൾ ഏത് സ്വർഗത്തിലേക്കാണ് നിങ്ങൾ പോണത് അല്ലേ? രാഷ്ട്രീയം വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ കക്ഷികളിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. പക്ഷേ അതൊക്കെ ഉലമാഇനെ ചീത്ത പറയാം, നിങ്ങൾക്കെതിരെ വരുന്ന ചേരികളിലുള്ള ആലിമീങ്ങളെ തെറി പറയാനും ചീത്ത പറയാനും വേണ്ടിയാകരുത്. അത് നമ്മളെ അപകടത്തിലേക്ക് എത്തിക്കും. അപ്പോൾ യഥാർത്ഥ ആലിമാണെങ്കിൽ അവർക്ക് ഈ മഹാഭാഗ്യം, ഖബറിൽ നിന്ന് മണ്ണ് തിന്നുന്നതിൽ നിന്ന് അള്ളാഹു അവരെ സംരക്ഷിച്ചേക്കാം. നാലാമത്തേത് വശഹീദ്, ശുഹദാക്കളിൽപ്പെട്ടവർ, അള്ളാഹിൻ്റെ മാർഗത്തിൽ പോരാടുന്ന ആ മഹാന്മാരായ ധീരയോദ്ധാക്കൾ, അതിൽ കൊല ചെയ്യപ്പെട്ടവർ, ഷഹീദായവർ ഇല്ലേ. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. ശുഹദാക്കളെ കുറിച്ച് നിങ്ങൾ മരിച്ചവരെന്ന് പറയില്ലേ, അവർ അള്ളാഹിൻ്റെ അടുക്കൽ ഭക്ഷണം നൽകപ്പെടുന്നവരാണെന്ന് ഖുർആൻ കണ്ടോ. അവർ ഹയ്യുൻ, അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരും ഭക്ഷണം നൽകപ്പെടുന്നവരുമാണ്. അപ്പോൾ ഏതായാലും ശുഹദാക്കൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യമുണ്ടെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അഞ്ചാമത്തേത് ഹാമിലുൽ ഖുർആൻ, ഖുർആൻ ഹാഫിളീങ്ങൾ. കേവലം ചില ആളുകളുണ്ട്, ഇപ്പോൾ 7ാം ക്ലാസ്സിലായപ്പോഴേക്കും ഖുർആൻ മനപ്പാടാക്കി, പിന്നെ ഖുർആനായിട്ടൊരു ബന്ധമല്ല, വേറെ ജോലിക്ക് പോയി അവിടെയൊക്കെ ആയിട്ട് പിന്നെ കുറേ കഴിഞ്ഞ് ഖുർആൻ ഓതാൻ പറയുമ്പോൾ അവന് ഓർമ്മയില്ല. അത് വല്ലാത്തൊരു ഭാഗ്യമില്ലായ്മയാണ്. ഭാഗ്യം കിട്ടൊരു പരിപാടിയാണത്. ഖുർആൻ മനപ്പാടാക്കിയാൽ അതിങ്ങനെ ദൗറ ചെയ്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒട്ടകത്തെ പോലെയാണ്. അതിനിങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരുന്നില്ല എങ്കിൽ അത് ഓടിപ്പോവും. കെട്ടഴിച്ചു വിട്ടൊരു ഒട്ടകം പോലെയാണെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം. അപ്പോൾ ചിന്തിച്ചു നോക്കുക, അപ്പോൾ എത്ര ഗൗരവമുണ്ടതിൽ, എത്ര ഗൗരവമുണ്ട്. അപ്പോൾ സൂക്ഷ്മത പാലിക്കുക. ഖുർആൻ ഹാഫിളുകൾക്ക് അവർ ചെയ്ത ആ സേവനത്തിന്, ജനങ്ങളിലേക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തതിന്, ഖുർആനിൻ്റെ വ്യാപനത്തിന് അങ്ങനെ ഒരുപാട് പ്രതിഫലം എന്ന നിലക്ക് അള്ളാഹു അവരുടെ ഖബറും മണ്ണിനെ ഹറാമാക്കിയേക്കാം. ആറാമത്തേത് ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി അല്ലേ. നീതിമാനായ ഭരണാധികാരി, നീതിയോടുകൂടെ കൈകാര്യം ചെയ്യുന്ന ഭരണാധികാരി ഇന്ന് ആരുള്ള ലോകത്ത്? യാ അല്ലാഹ്, നീതിമാനായ ഭരണാധികാരിക്ക് അർശിൻ്റെ ചുവട്ടിലും സ്ഥാനമുണ്ട്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം പറഞ്ഞതും ആ പേര് തന്നെയാണ്. രാജ്യം ഭരിക്കുന്ന ആൾ മാത്രമല്ല, വീട് ഭരിക്കുന്ന ആളും ഈ ഭരണാധികാരിയിൽ പെട്ടേക്കാം. അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ, യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ, ഈ സ്വഭാവം അവരിലുണ്ടെങ്കിൽ അവരെയും അള്ളാഹു ഖബർ തൊടുന്നതിനെ തൊട്ട്, മണ്ണ് തൊടുന്നതിനെ തൊട്ട് അള്ളാഹു സംരക്ഷിച്ചേക്കാം. ഏഴാമത്തേത് വൽ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്നവർ. ബാങ്ക് വിളിക്കുന്ന മനുഷ്യന്മാർക്ക് ഭയങ്കര മഹത്വമാണെന്നേ. നമ്മൾ പള്ളിയിൽ ജോലി ചെയ്യണതിൽ ഏറ്റവും കുറച്ച് കാണുന്നത് ആരെയാ? മൊല്ലാക്ക
ഓഹ് മൊല്ലാക്ക പറയുമ്പോൾ തന്നെ മൊല്ലാക്കാക്ക് അത്ര മതി, മൊല്ലാക്കാനെ മൈൻഡ് ചെയ്യണ്ട. അങ്ങനല്ല, മുഅദ്ദിൻ നാളെ ആഖിറത്തിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന ഒരു മനുഷ്യൻ ആരാത്? ഒരാളുണ്ടാവുള്ളൂ, ഒരു വിഭാഗം ഉണ്ടാവുള്ളത് മുഅദ്ദിന്മാരാ, മുല്ലാക്കന്മാരാ. അവരെ നമ്മൾ ചെറുതായി കാണണ്ട. ആ മനുഷ്യൻ ഈമാനും ഇഖ്ലാസും തഖ്വയൊക്കെ ഉണ്ടെങ്കിൽ, കേവലം 5 വക്ത് ബാങ്ക് വിളിച്ചതുകൊണ്ട് മാത്രമായില്ല, ഈ പറയുന്ന ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ നാളെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സൗഭാഗ്യം അവന് നൽകിയേക്കാം. 8-ാമത്തേത് പ്രസവ കാരണത്താൽ മരണപ്പെട്ട സ്ത്രീ. ഒന്നുകിൽ ഗർഭിണിയായിരിക്കാൻ മരണപ്പെട്ടു, അല്ലെങ്കിൽ പ്രസവവുമായി ബന്ധപ്പെട്ട് ആ ഒരു പ്രക്രിയക്കിടയിൽ അവൾ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അവൾക്ക് വലിയ മഹാഭാഗ്യമുണ്ടെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ തന്നെ കാണാം. അവൾക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹു രക്ഷ നൽകുമെന്നും ശുഹദാക്കളോടൊപ്പം സ്ഥാനം നൽകുമെന്നുള്ള ധാരാളം റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ മഹാഭാഗ്യം അവളിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ പറയുന്ന മഹാഭാഗ്യം അവൾക്കും നൽകിയേക്കാം. 9-ാമത്തേത് വമൻ ഖുതില മദ്ലൂമൻ, അക്രമിയാൽ കൊല ചെയ്യപ്പെട്ട മനുഷ്യൻ. അക്രമി താൻ പാവപ്പെട്ടൊരു മനുഷ്യൻ, അവൻ അക്രമിയാണ് കൊന്നു കളഞ്ഞത്. ആ കൊല്ലപ്പെട്ട മനുഷ്യൻ അവൻ മുത്തഖിയാണെങ്കിൽ അവനും ഖബറിൽ അല്ലാഹു അവൻ്റെ ശരീരത്തെ സംരക്ഷിക്കുമെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. 10-ാമത്തേത് വളരെ ശ്രദ്ധിക്കണം, വമൻ മാത യൗമൽ ജുമഅ ഔ ലൈലതഹ, വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെട്ട ഒരു മനുഷ്യൻ, അവൻ്റെയും ശരീരത്തെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഖബറിൽ വെക്കുമ്പോൾ മണ്ണ് തൊടാതെ സംരക്ഷിച്ചേക്കാം. സംരക്ഷിക്കുമെന്ന് ഉറപ്പല്ലട്ടെ ഞാൻ പറയുന്നത്. കാരണം എന്താ, ഇമാമികൾ ഉദ്ധരിച്ച കാര്യമാണ് ഞാൻ വായിച്ചത്. ആ വെള്ളിയാഴ്ച രാവിലെ മരണപ്പെട്ടവൻ എങ്ങനെയുള്ളവനായിരിക്കണം? ഈമാനുള്ളവനായിരിക്കണം. അല്ലേ? ഈമാനില്ലാത്ത ഒരു വെള്ളിയാഴ്ച മരിച്ചാലും കൊള്ള, റമദാനിൽ മരിച്ചിട്ടും വല്ല കാര്യമുണ്ടോ? മരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഫുൾ ടൈം മദ്യപിച്ച് നടക്കണം, അവൻ തൗബ ചെയ്തില്ല, തൗബ ചെയ്യാതെ വെള്ളിയാഴ്ച രാവിലെ മരിച്ചതുകൊണ്ട് മാത്രം അവന് വലിയ പ്രത്യേകതയൊന്നും ലഭിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഈമാനും ഇഖ്ലാസ് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ കേട്ടോ. എത്ര തഖ്വയുണ്ട് അതിനനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മാ മിൻ മുസ്ലിമിൻ യമൂതു ലൈലത്തുൽ ജുമഅ ഔ യൗമൽ ജുമഅ, ഒരു മനുഷ്യനെ വെള്ളിയാഴ്ച രാത്രിയോ പകലോ മരണപ്പെട്ടു, ഇല്ല വഖാഹുല്ലാഹു ഫിത്നത്തുൽ ഖബർ, അള്ളാഹു അവനെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയേക്കാം. കണ്ടോ, അള്ളാഹു രക്ഷപ്പെടുത്തും ഖബറിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിച്ചാൽ, അല്ലേ? അതുപോലെ തന്നെ അബൂ ജഅഫർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്നത് കാണാം, വെള്ളിയാഴ്ച രാത്രി പ്രകാശത്തിൻ്റെ രാത്രിയാണ്, വെള്ളിയാഴ്ചയുടെ പകൽ അത് പ്രകാശത്തിൻ്റെ പകലാണ്. ഈ വെള്ളിയാഴ്ച രാവിലെ ആരെങ്കിലും മരണപ്പെട്ടാൽ ഖബർ ശിക്ഷയിൽ നിന്ന് അവന് മോചനമുണ്ട്. വെള്ളിയാഴ്ച പകലിൽ ആരെങ്കിലും മരണപ്പെട്ടാലോ നരകശിക്ഷയിൽ നിന്ന് അവന് മോചനമുണ്ട് എന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആലോചിക്കുക, അപ്പോൾ വെള്ളിയാഴ്ച രാവിലും പകലിലും മരിക്കുന്നതിന് വലിയ പ്രത്യേകതയുണ്ട്. പക്ഷേ വെള്ളിയാഴ്ച രാവിലും പകലിലും മരിച്ചത് കൊണ്ട് മാത്രമായില്ല, അങ്ങനെ മരണം സംഭവിക്കുന്നതോടൊപ്പം നമ്മളിൽ ഈമാൻ ഉണ്ടായിരിക്കെ, തൗബയുണ്ടായിരിക്കെ, മുത്തഖിയായി അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ മരിക്കാൻ കഴിയണം. മനസ്സിലാകുന്നുണ്ടോ? ഒരു ബിദ്അത്തുകാരൻ വെള്ളിയാഴ്ച രാവിലെ പകലിലോ മരിച്ചുകൊണ്ടൊരു കാര്യമല്ല. ഒരു മുശ്രിക്ക് വെള്ളിയാഴ്ച രാവിലെ പകലിലോ മരിച്ചുകൊണ്ട് കാര്യമില്ല. അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളെ തള്ളിപ്പറയുന്നവൻ വെള്ളിയാഴ്ച രാവിലെ പകലിലോ മരിച്ചുകൊണ്ട് കാര്യമില്ല. ഒരു തെമ്മാടിയായ മനുഷ്യൻ, മോഷ്ടാവ്, വ്യഭിചാരി, തൗബ ചെയ്യാതെ വെള്ളിയാഴ്ച രാവിലെ പകലിലോ മരിച്ചുകൊണ്ട് കാര്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ തഖ്വ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തൗബയുള്ള മനസ്സോടുകൂടെ നമുക്ക് മരിക്കാൻ കഴിഞ്ഞാൽ, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക കാരുണ്യം ലഭിച്ചവരായി മരിക്കാൻ കഴിഞ്ഞാൽ, ഈ വെള്ളിയാഴ്ച രാവിലും മരണപ്പെടാൻ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിലും മരണപ്പെടാൻ കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ മണ്ണ് ഭക്ഷിക്കുന്നതിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിച്ചേക്കാം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഹൈറായ സമയത്ത് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിലെ ഭയാനകതയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലേ? എത്ര അപകടമാണ്. പാതിരാത്രി സമയത്ത് ഇരുളടഞ്ഞ ഖബർസ്ഥാനിൽ പോയി നിൽക്കാൻ പറഞ്ഞാൽ നമ്മൾ നിൽക്കൂ? എത്ര പേര് നിൽക്കും? ലൈറ്റൊന്നുമില്ലാത്ത പള്ളിക്കാട്ടിൽ പാതിരാത്രി നമ്മുടെ മുന്നിൽ കൈയിങ്ങനെ വീശിയാൽ പോലും കാണാത്തത്ര ഇരുട്ടായിരിക്കും ചിലപ്പോൾ, അല്ലേ? അവിടെ പോയി ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞാൽ നമ്മൾ നിൽക്കുമോ? പേടിയായിരിക്കും, അല്ലേ? എന്നാൽ ആ മണ്ണിനടിയിലേക്ക്, 6 അടി മണ്ണിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ട് മൂടിക്കഴിയുമ്പോൾ അതിനകത്ത് നടക്കുന്ന ഭീകരതയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാലോ, പകൽ സമയത്ത് ഒരു നമ്മൾ അങ്ങോട്ട് പോവോ? അത്ര വലിയ അദാബായിരിക്കും പലപ്പോഴും അവിടെ നടക്കുന്നുണ്ടാവുക. അള്ളാഹു കാവൽ നൽകട്ടെ. അപ്പോൾ ഈമാൻ സലാമത്തായില്ല എങ്കിൽ ഭയങ്കര അപകടമാണ്. അതികഠിനമായ വേദനയല്ലേ മരണത്തിന്, അല്ലേ? നല്ല മനുഷ്യന്മാർ മരിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? ഒരു തോൽപാത്രത്തിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നത് പോലെ വളരെ സ്മൂത്തായിട്ടങ്ങ് പോവും.
നാം മോശം മനുഷ്യരാണെങ്കിൽ ഈ തുണി മുള്ളിൽ കുരുങ്ങിയതുപോലെ വലിച്ചു പറിച്ചെടുക്കുമെന്നാണ്. യാ അല്ലാഹ്, വലിച്ചു പറിച്ചെടുക്കും, ദുർഗന്ധമായിരിക്കും അതിന്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പം നല്ല നിരക്ക് ഇഖ്ലാസോടുകൂടെ ജീവിക്കുക. അങ്ങനെ ഇഖ്ലാസോടുകൂടെ ജീവിക്കുന്നതോടൊപ്പം 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈമാൻ അള്ളാഹു സലാമത്താക്കി തരുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇമാം അഹ്മദ് റിള റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു കാര്യമുണ്ട്. മൻ ഖാല ഫീ കുല്ലി സ്വബാഹിൻ, ആരെങ്കിലും എല്ലാ സുബഹിയുടെ സമയത്തും, അതായത് ഇപ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ചൊല്ലിയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി നിസ്കാരമില്ലാത്ത സഹോദരിമാരാണെങ്കിൽ ആ സമയത്ത് ചൊല്ലിയാൽ മതി. അല്ല, എന്ത് ചൊല്ലണം? യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത. എന്താണ്? യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത 41 മറ, 41 തവണ എല്ലാ ദിവസവും ചൊല്ലാം. എന്താണ് ദിക്ർ? യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത, യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത, യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത, യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത. കണ്ടോ? 41 തവണ ചൊല്ലുക. അതുപോലെ തന്നെ വഖറഅ സൂറത്തുൽ കാഫിറൂൻ ഇൻദ നൗം, ഉറങ്ങാൻ നേരത്ത് സൂറത്തുൽ കാഫിറൂൻ ഓതുക. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. എല്ലാവർക്കും അറിയുന്ന സൂറത്താണ്. നമ്മൾ ഒരുപാട് സൂറത്തുകൾ ഓതാറുണ്ട്, പക്ഷേ കാഫിറൂൻ സൂറത്ത് പലപ്പോഴും നമ്മൾ ഓതാറില്ല. കാഫിറൂൻ സൂറത്ത് ഇങ്ങനെ പതിവാക്കുക, രാവിലെ ഈ ദിക്ർ പതിവാക്കുക. ഇങ്ങനെ പതിവാക്കുന്ന മനുഷ്യരെ നിങ്ങളുടെ ഈമാൻ അള്ളാഹു സലാമത്താക്കി തരുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കാൻ. ഈമാൻ സലാമത്തായ പിന്നെ ഖബറിൽ സുഖാണ്, ആഖിറത്തിൽ സുഖാണ്, രക്ഷയാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്, അർശിൻ്റെ ചുവട്ടിൽ സ്ഥാനമാണ്. അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. ഹൗദുൽ കൗസർ കുടിക്കാൻ, ആ മഹാഭാഗ്യം ലഭിക്കുന്നവരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊക്കെ പതിവാക്കാൻ മറക്കരുത്. അല്ലാഹു റബ്ബുൽ ആലമീൻ മണ്ണ് സ്പർശിക്കാത്ത ഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഇന്നത്തെ ചോദ്യം, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവാക്കാൻ പറഞ്ഞ സൂറത്ത് ഏതാണ്? ഈ സൂറത്ത് പതിവായി ഓതുന്നവർക്ക് ഖബറിൽ ശിക്ഷയിൽ നിന്ന് അള്ളാഹു ലഘൂകരണം നൽകുമെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു സൂറത്തുണ്ട്. അതേതാണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും കാരുണ്യവാനായ റബ്ബ് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. യാ റബ്ബനാ, പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. റാഹത്തായ സമാധാനം നിറഞ്ഞ കുടുംബജീവിതം നൽകണേ അല്ലാ. പല കുടുംബജീവിതവും അറ്റുപോകാറായതിൻ്റെ വക്കീലാണ്, ഡിവോഴ്സിൻ്റെ വക്കീലാണ്. അള്ളാഹുവെ, ഐക്യം നിലനിർത്തണേ തമ്പുരാനെ. പ്രയാസങ്ങൾ ദൂരീകരിക്കണയല്ല. പരസ്പര സ്നേഹവും വിശ്വാസവും നൽകണയല്ല. വഞ്ചനകളിൽ നിന്ന് കാവലേകണയല്ല. ഹറാമുകളിൽ നിന്ന് കാവലേകണയല്ല. വ്യഭിചാരങ്ങളിൽ നിന്ന് കാവലേകണയല്ല. യാ റബ്ബന, മനസമാധാനമുള്ള കുടുംബജീവിതം നൽകണയല്ല. അതിലൂടെ എല്ലാം ഹൈറായത് കെട്ടിപ്പടുക്കാൻ തൗഫീക്ക് നൽകണയല്ല. കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടായി അതിലൂടെ കച്ചവടത്തിൽ ബറക്കത്ത് ലഭിക്കാൻ, ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കാൻ, സന്താനങ്ങളിൽ ബറക്കത്ത് ലഭിക്കാൻ നീ തൗഫീക്ക് നൽകണയല്ല. പൊന്നുമക്കളെ സ്വാലിഹ്യങ്ങളാക്കണയല്ല. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണയല്ല. എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയം നൽകണേ അല്ലാ. അർഹമുർ-റഹീമായ തമ്പുരാനെ, നീ കൈവടിഞ്ഞാൽ പോകാനൊരിടമില്ല അല്ലാ. നിൻ്റെ ബറക്കത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണയല്ല. പടച്ചവന് ഒരുപാട് ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഹൈറായ ജോലി നൽകണയല്ല. ഉള്ള തൊഴിലിൽ അഭിവൃദ്ധി നൽകണയല്ല. പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ഹൈർ നൽകണയല്ല. ഒരുപാട് അസുഖബാധിതരുണ്ട്, പരിപൂർണ ശിഫ നൽകണയല്ല. ആജിലും കാമിലുമായ ശമനം നീ നൽകണേ തമ്പുരാനെ. അർഹമുർ-റഹീമായ കരുണക്കടലായ റബ്ബേ, പടച്ചവനെ, വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹ്യങ്ങളായ സന്താനങ്ങൾ
സന്താനങ്ങളെ നൽകണയല്ല, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണയല്ല, എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ, ഈ മനസ്സലാമത്താക്കണയല്ല. ഈ സദസ്സിനെ സ്നേഹിക്കുന്നവർ, ഈ സദസ്സ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്നവർ, ഇതിൻ്റെ വാഹകർ, ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ, അവരുടെ ജീവിതത്തിലുടനീളം എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകണയല്ല. പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് കമൻറ്റ് ചെയ്തു വെച്ച ധാരാളം ആളുകളുണ്ട്. എല്ലാം നീ കാണുന്നുവല്ലോ തമ്പുരാനെ, ആ കമൻറ്റുകൾക്കെല്ലാം നീ മറുപടി കൊടുക്കണയല്ല. അവരുടെ മുറാദുകളെല്ലാം നീ ഹാസുലാക്കി കൊടുക്കണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.